ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് എൽസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം മോഡി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു റിപ്പീറ്റ് ആയിട്ട് നമ്മൾ എക്സിക്യൂഷൻ നടക്കുക. കാരണം റിപ്പീറ്റഡായിട്ട് നമ്മൾ എന്താ ഇങ്ങനെ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അതുവരെ എന്ത് ചെയ്യുക, അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ്ലി. നമ്മൾ എന്താ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർ ലൂപ്പ് യൂസസ് എ ലൂപ്പ് വേരിയബിൾ ടു കൺട്രോൾ ദ നമ്പർ ഓഫ് ഐട്രേഷൻ. കാരണം നമുക്ക് നമ്പർ ഓഫ് ഐട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കാരണം എത്ര തവണ വേണം, നമ്മൾ കണ്ടീഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, ഇൻഫിനിറ്റി ആയിട്ട് വരാൻ പറ്റില്ല. നമ്മൾ എത്ര വേണം, ഇപ്പൊ നമുക്ക് ഒരു ഗ്രേറ്റർ ദാൻ 5 അല്ലെങ്കിൽ ലെസ് ദാൻ 5, അപ്പോൾ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ എത്ര തവണ വേണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു നമ്പർ അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, കംപ്ലീറ്റ് ഇതിന് കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അത് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഒരു കൺട്രോളും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കണ്ടീഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് സെയിം തന്നെയാണ്, നിങ്ങൾ ഇത് ഓർത്ത് വെക്കാൻ മറന്നു പോകരുത്. ഫോർ ഇനീഷ്യലൈസേഷൻ, ആദ്യം എന്താണ് ഇനീഷ്യലൈസേഷൻ, നമ്മളിപ്പം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. കാരണം ഇന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, അതാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ I++ അല്ല I- ഒക്കെ കൊടുക്കില്ലേ, അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട എന്താണോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് അവിടെ കൊടുക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇനീഷ്യലൈസേഷൻ, എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, മറന്നു പോകരുത്. ദെൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയിട്ട് സിമ്പിൾ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം HTML എന്ന ടൈറ്റിൽ നമ്മൾ കൊടുത്തു, ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ ജസ്റ്റ് ടൈറ്റിൽ ഹെഡ് കൊടുത്തു, ബോഡി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് വേരിയബിൾ നമ്മൾ രണ്ടെണ്ണം ഡിക്ലെയർ ചെയ്തു, ഐയും എസും നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഫോർ I = എന്താണ്, 1 കൊടുത്തു. I ലെസ് ദാൻ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കൊടുത്തു. കാരണം അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, നമുക്ക് 10 വരെ എന്ത് ചെയ്യുള്ളൂ, ഇത് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ചുമ്മാ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ 10 കൊടുത്തുകൊണ്ട് എന്താ സംഭവിക്കുക, 10 ആവുന്നവരെ ആ ഒരു ഐയുടെ വാല്യൂ എന്താണ്, 10 ആവുന്നവരെ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ദെൻ I++, കാരണം ഇതാണ് ഇനീഷ്യലൈസേഷൻ, ദെൻ എക്സ്പ്രഷൻ, ഇതെന്താണ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ S = എന്താ, I × I കൊടുത്തു. ദെൻ എന്താണ്, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് S, കാരണം എസ്സിൽ എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിക്കണം. ദെൻ അടുത്ത എന്താണ്, ബ്രേക്ക് എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് അടുത്തയിലോട്ടേക്ക് വരാൻ വേണ്ടിയാണ് BR നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ക്രിപ്റ്റ് കൊടുത്തു, ബോഡി എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു, HTML നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ കാണിക്കുന്നത്, I × I എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ എന്താ, ഇപ്പൊ 1 ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആണല്ലോ, 1 ആയിട്ട് എടുത്തു. അപ്പൊ എന്താണ്, S = എന്താ, 1 × 1 എന്ന് പറയുമ്പോൾ എന്താ, 1 എവിടേക്ക് സ്റ്റോർ ചെയ്യും, എസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പൊ എസ്സിൽ ആദ്യം പ്രിന്റ് ചെയ്യുന്ന എന്താ, 1 എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ, I+1 എന്ന് പറയുമ്പോൾ 2 ആവും. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യും എന്താണ്, 10-നേക്കാളും ചെറുതാണോ എന്ന്. അപ്പൊ 10-നേക്കാളും ചെറുതാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ചെറുതാവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, 2 × 2, കാര്യം ഐയിലെ വാല്യൂ എന്താണോ അതും കൂടെ എന്ത് ചെയ്യും, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 എന്താണ് 4 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ 10 ആവുന്നവരെ എന്ത് ചെയ്യും, 11 ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. ഓക്കെ ആണോ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടാൻ നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് അതിന്റെ സ്ക്വയേഴ്സ്, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ I × I ആണ് അല്ലെ, I × I ആണ് അവിടെ കൊടുത്തത്. അപ്പൊ 1 × 1 1, 2 × 2 എന്ത് കിട്ടും, 4 കിട്ടും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, I × I നമ്മൾ കൊടുത്തത്. ദെൻ 3, അപ്പൊ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 3 വരും, 10 വരും. 11 വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു ലൂപ്പ് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ BR എന്ന് പറയുന്ന ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ BR എന്ന് പറയുന്ന ടാഗ് എന്തിനാ കൊടുത്തത്, ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ അടുത്തടുത്ത് വരാൻ വേണ്ടിയാണ് എന്ത് കൊടുത്തത്, BR എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് കണ്ടു, അതിന്റെ എക്സാമ്പിളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പൊ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്, വൈൽ ലൂപ്പാണ്. അപ്പോൾ വൈൽ ലൂപ്പ് എന്താണെന്ന് നമുക്കറിയാം, സെയിം തന്നെ നമുക്ക് പറയാം. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ പറയുന്നുണ്ട്, വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ്ലി ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ്ലി എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് ലൂപ്പ് വേരിയബിൾ മസ്റ്റ് ബി ഇനീഷ്യലൈസ്ഡ് ഇൻ ദ ഔട്ട്സൈഡ് ദ ലൂപ്പ്. കാരണം ലൂപ്പിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനീഷ്യലൈസേഷൻ നടക്കുക. നമ്മൾ ഫോർ ലൂപ്പിൽ നമ്മൾ ഒറ്റ ലൈനിലാണ് എന്ത് കൊടുത്തത്, ഇനീഷ്യലൈസേഷനും ടെക്സ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനൊക്കെ നമ്മൾ എന്താ കൊടുത്തത്, ഒറ്റ ലൈനിലാണ് കൊടുത്തത്, ഓർമ്മയില്ലേ. അപ്പൊ പക്ഷെ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്താണ്, ലൂപ്പിന് പുറത്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കൊടുക്കുന്നത്. അതിനുശേഷം ലൂപ്പിന്റെ എന്താണ്, അപ്ഡേഷനും അതേപോലെ നമ്മൾ എന്താണ്, ഇൻസൈഡ് ദ ബോഡി, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ ആണല്ലോ. ബോഡി ഓഫ് ദ എന്താണ്, ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് അണ്ടിൽ ദ എക്സ്പ്രഷൻ ബിക്കം
ഫോൾസ്. കാരണം നമ്മൾ എന്താണ് ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ എന്ത് ചെയ്യും, ആ ഒരു ബോഡി അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ എന്താണ് തെറ്റാവുന്നവരെ എന്ത് ചെയ്യും, ആ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി എന്ത് ചെയ്യും, റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് എപ്പോഴാണോ ഫോൾസ് ആണ് അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കിക്കാൻ നിങ്ങൾ. കാരണം എന്താ, വൈല് എക്സ്പ്രഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഒരു ഇനീഷ്യലൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും, അതിനുശേഷം എന്താണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. then അതിന് താഴെയാണ് എന്ത് കൊടുക്കുന്നത്, അപ്ഡേഷൻ കൊടുക്കുന്നത് I++. വീണ്ടും എന്ത് ചെയ്യും, അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്ത് വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം എന്താ സംഭവിക്കുക, എവിടെ നിന്നാണോ ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അതുവരെ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് വൈൽ ലൂപ്പ്. കാരണം ഫോർ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റ ലൈനിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ഇനീഷ്യലൈസേഷൻ അപ്ഡേഷൻ നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൽ ലൂപ്പ് പറഞ്ഞു, വൈൽ ലൂപ്പിന് സിന്റാക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക എല്ലാവരും. കാരണം നമ്മൾ എന്ത് ചെയ്തു, ടാഗ് എഴുതി, HTML എഴുതി, ഹെഡ് ടൈറ്റിൽ, നമ്മൾ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ക്ലോസ് അല്ലേ, ബോഡി ഓപ്പൺ ചെയ്തു. ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സീക്വൽ ജാവാ സ്ക്രിപ്റ്റ്. ഇതൊന്നും മറന്നു പോകരുത്, ഇതെല്ലാത്തിനും നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം. നിങ്ങൾ അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ, ഇതെന്താണ്, ആദ്യം നമ്മൾ വേരിയബിൾ ഐ എന്ന് കൊടുത്തു, ഒരു ഐ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് ഐ ഈക്വൽ ടു എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു. ഐ ഈക്വൽ ടു എന്താ കൊടുത്തത്, 2. ഐ ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു, 2 എന്ന് കൊടുത്തു. ദെൻ അതിനുശേഷം എന്താണ്, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ 10. കാരണം ഇവിടെ കണ്ടീഷൻ എന്താ കൊടുത്തത്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാ കൊടുത്തത്. അപ്പൊ ഇവിടെ ആദ്യം എന്ത് കൊടുത്തു, ഐയുടെ വാല്യൂ നമ്മൾ 2 എന്ന് കൊടുത്തു. അതിനുശേഷം എന്താ കൊടുക്കുന്നത്, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഐ കൊടുത്തു. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്യും, ഐയുടെ വാല്യൂ എന്താ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യും. ആണല്ലോ, അത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്യുന്ന എന്താണ്, ഔട്ട്പുട്ടിൽ വരുന്ന എന്താണ്, 2 എന്ന് പറയുന്ന ആൻസർ പ്രിന്റ് ചെയ്തിട്ട് വരും. അതിനുശേഷം ബ്രേക്ക് എന്ന് പറയുമ്പോൾ അടുത്ത ലൈനിലോട്ട് വരും. ദെൻ I+2 എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ പ്ലസ് എന്താ 2 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ 2+2 എന്ത് കിട്ടും, 4 ആയിരിക്കും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 10 ആണോ എന്ന് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ആണല്ലോ, അപ്പൊ അവിടെ എന്ത് പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, ആ 4+2 ആവും, അപ്പൊ 6, അപ്പൊ 10. അങ്ങനെ 6, 8, 10. അടുത്ത 12 വരുമ്പോൾ എന്താണ്, ഇവിടെ കണ്ടീഷൻ തെറ്റല്ലേ, 12 വരുമ്പോൾ കണ്ടീഷൻ തെറ്റാവും. അപ്പൊ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് ഈ ഒരു സംഭവം എന്ത് ചെയ്യും, ആ എക്സിക്യൂഷൻ എന്താണ് റിപ്പീറ്റ്ലി നടക്കുന്ന എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ദെൻ പ്രോഗ്രാമിന് പുറത്തേക്ക് എന്ത് ചെയ്യും, വരും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്താ, 2, 4, 6, 8, 10 എന്ത് ചെയ്യും നമുക്ക് വരും. ഓക്കെ ആണല്ലോ, ഇതാണ് വൈൽ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. കാരണം നമ്മൾ ഇതിന് ഇപ്പം പഠിച്ചെന്താ ലൂപ്പ്, അതേപോലെ എന്താണ് ഇഫ് എൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. എക്സാം ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എന്ത്, ബിൽഡിംഗ് ഫംഗ്ഷൻസ് ഇൻ ജാവാ സ്ക്രിപ്റ്റ് അല്ലേ. ഈ ബിൽഡിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താ, ഓൾറെഡി നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്ന നമ്മൾ പഠിച്ചു. അപ്പോൾ ബിൽഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജാവയിൽ ഓൾറെഡി ഇൻബിൽഡ് ചെയ്തിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇൻബിൽഡ് ചെയ്ത് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിൽഡിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് ബിൽഡിംഗ് ഫംഗ്ഷൻസ് ആണ്. അലേർട്ട്, ഈസ്, സ്നാൻ, ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, എന്താണ് ക്യാ, അറ്റ്, ലെങ്ത്. കാരണം ജാവാസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ലാർജ് നമ്പർ ഓഫ് ബിൽഡിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ദീസ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കോൾഡ് എന്താണ്, മെത്തേഡ്സ്. മറന്നു പോകരുത്, ഫംഗ്ഷൻസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, മെത്തേഡ്സ് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ജാവാ സ്ക്രിപ്റ്റോട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽഡിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓരോ ഫംഗ്ഷൻസും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്, അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഈ അലേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫംഗ്ഷന്റെ ഏറ്റവും അവസാനം എന്തുണ്ടാവും, ഇങ്ങനെ ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലെ. ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പൊ ഈ അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ദ മെസ്സേജ് ബോക്സ് ഓൺ ദ സ്ക്രീൻ. നമുക്കൊരു ഡിസ്പ്ലേ ഒരു മെസ്സേജ് ബോക്സ്, ഒരു സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. മറന്നു പോകരുത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ മെസ്സേജ് ബോക്സ് ഓൺ ദ സ്ക്രീൻ. ഒരു എന്താണ് ഡിസ്പ്ലേ, ഒരു മെസ്സേജ് ബോക്സ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അലേർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെ എഴുതുന്നത്, അലേർട്ട്, then അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത്, ആ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ഒരു ബോക്സ് വരില്ല, ആ ബോക്സിനുള്ളിൽ എന്ത് കാണിക്കണം, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചത്. എന്ത് കാണിക്കും, ഒരു ഡിസ്പ്ലേ, ഒരു എന്താണ് ബോക്സ് വരും, ആ ബോക്സിനകത്ത് എന്താ കാണിക്കുക, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റിന് എന്ത് ചെയ്യും, അവിടെ പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ആണോ. അപ്പൊ ഇതാണ് അലേർട്ട് എന്ന് പറയുന്നത്. ഒരു മെസ്സേജ് ബോക്സ് എന്ത് ചെയ്യുക, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, നമ്മൾ അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ ആണോ.
ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഈ സ്നാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ സ്നാൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ വാല്യൂസ് നമ്പർ ഓർ നോട്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ നമ്പറോ അല്ലെങ്കിൽ നമ്പർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ് എന്ത്, ഈ നാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കാരണം ഈ നാൻ എന്ന് പറയുന്നതിന്റെ എന്താണ് ഫുൾ ഫോം എന്താണ്, നോട്ട് എ നമ്പർ ആണ്. നോട്ട് എ നാൻ സ്റ്റാൻഡ് ഫോർ എന്താണ്, നോട്ട് എ നമ്പർ ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണ്. നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വർക്ക് ചെയ്തിട്ട് ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊടുത്ത വാല്യൂ എന്തായിരിക്കില്ല, നമ്പർ ആയിരിക്കില്ല. നമ്പർ ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും എന്ത് റിട്ടേൺ ചെയ്യുക. ഇപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ ആ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കില്ല, നമ്പർ ആയിരിക്കില്ല. അപ്പൊ ഒന്നും കൂടെ ഓർത്ത് വെക്കുക, ഈ സ്നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒരു കൊടുക്കുന്ന വാല്യൂ അത് നമ്പർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ സ്നാൻ എന്ന് പറയുന്നത്. ഈ നാന്റെ എന്താണ്, നാൻ സ്റ്റാൻഡ് ഫോർ എന്താ, നോട്ട് എ നമ്പർ ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ തരുന്ന എന്താ, ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ എന്തായിരിക്കും, നമ്പർ ആയിരിക്കില്ല. നമ്പർ ആണെങ്കിൽ നമുക്ക് അവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. HTML ഹെഡ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, ബോഡിയിൽ നമ്മൾ എന്ത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. ഇപ്പൊ അലേർട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ആ ഒരു മെസ്സേജ് ഒരു ഡിസ്പ്ലേ ബോക്സ് വരണ്ടേ, അതിനാണ് അലേർട്ട് കൊടുത്തത്. അലേർട്ടിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇത് കൊടുക്കും. അലേർട്ട് ഈ സ്നാൻ എന്താണ്, A12 എന്ന് കൊടുത്തു. A12 എന്തിനുള്ളിലുള്ളത് എന്താണ്, ഡബിൾ കോഡ്സിനുള്ള. ഡബിൾ കോഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് സ്ട്രിങ് ആയിരിക്കുമല്ലോ, അപ്പൊ നമ്പർ ആയിരിക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താ സ്ക്രിപ്റ്റ് ബോഡി എന്ത് നമുക്ക് ഇതൊക്കെ എന്ത് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിനകത്ത് വരുന്ന എന്തായിരിക്കും ഔട്ട്പുട്ട്, എന്തായിരിക്കും മക്കളെ, എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. കാരണം എന്താ, ഇത് നമ്പർ ആണോ, അല്ല. അപ്പൊ നമ്പർ അല്ലെങ്കിൽ അവിടെ വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പൊ നോക്കിക്കുക നിങ്ങൾ, കാരണം ഇവിടെ എന്താ കാണിക്കുക, ഒരു ഡിസ്പ്ലേ ആ ബോക്സിന് എന്താ കാണിക്കുക, ട്രൂ എന്നാണ് കാണിക്കുക. അപ്പൊ ട്രൂ എന്ന് പറഞ്ഞാണ് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കില്ല, നമ്പർ ആയിരിക്കില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഈ സ്നാൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമ്പർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമ്പർ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ട്രൂ എന്ന് പറയുന്ന ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറയുന്ന ബിൽഡിംഗ് ഫംഗ്ഷൻ ആണെന്ത്, ടു അപ്പർ കേസ്. ടു അപ്പർ കേസ് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വാല്യൂനെ എന്താക്കി മാറ്റുക, അപ്പർ കേസിലോട്ടേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ റിട്ടേൺ എന്താണ്, ടു അപ്പർ കേസ് ഫോം ദ ഗിവൺ സ്ട്രിംഗ്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിന് എന്ത് ചെയ്യും, കംപ്ലീറ്റ് അപ്പർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ നിങ്ങൾ, HTML ഹെഡ് ടൈറ്റിൽ നമ്മൾ കൊടുത്തു, ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് ആണ്, വേരിയബിൾ എക്സും വൈ എന്ന് കൊടുത്തു. അപ്പൊ എക്സ് ഈക്വൽ എന്താ, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഇവിടെ സ്മോൾ ലെറ്ററിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആണല്ലോ. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് കൊടുത്തു. അപ്പൊ എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ് ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ കേസിലോട്ട് മാറ്റണം. അപ്പൊ എക്സിൽ ആരാ ഉള്ളത്, ജാവാസ്ക്രിപ്റ്റ് എന്നാണുള്ളത്. ആ ജാവാസ്ക്രിപ്റ്റിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, അപ്പർ കേസിലോട്ടേക്ക് മാറ്റിട്ട് എന്ത് ചെയ്യും, അത് എവിടെ സ്റ്റോർ ചെയ്യും, വൈൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അലേർട്ട് വൈ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ എന്താണോ, അപ്പൊ അലേർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ആ വൈയിൽ എന്താണോ അത് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ ആണ്, അതിന് കംപ്ലീറ്റ് എന്താക്കി മാറ്റും, അപ്പർ കേസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നോക്കി നിങ്ങൾ കണ്ടോ, നേരത്തെ നമ്മൾ എഴുതി എന്താണ്, മൊത്തമായിട്ട് സ്മോൾ ലെറ്ററിലാണ് അല്ലേ. അപ്പൊ ഇതിന് എന്താക്കി മാറ്റി, അപ്പർ കേസ് യൂസ് ചെയ്തപ്പോൾ എന്തായി, അത് കംപ്ലീറ്റ് എന്തായി, ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് മാറി. അപ്പൊ ഈ ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി അപ്പർ കേസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ടു ലോവർ കേസ് ആണ്. അപ്പൊ ടു ലോവർ കേസ് എന്ന് പറയുന്നത് എന്താ, നേരത്തെ പറഞ്ഞതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം. നമ്മൾ കൊടുത്ത വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ലോവർ കേസ് അല്ലെ, സ്മോൾ ലെറ്റേഴ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ടു റിട്ടേൺ ദ ലോവർ കേസ് ഫ്രം ദ ഗിവൺ സ്ട്രിംഗ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ എന്താക്കി മാറ്റും, ലോവർ കേസ് ലെറ്റേഴ്സ് ആക്കി മാറ്റുന്നതാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടു ലോവർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു, വേരിയബിൾ എക്സ് വൈ, എക്സ് ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ ടു എക്സ് എന്താ, ലോവർ കേസ്. കാരണം ഇതിനകത്ത് ഇതൊക്കെ എന്തുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് എന്താക്കി അതിനെ ലോവർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് കൊടുത്തു, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ് ഉള്ളതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ലോവർ കേസിലോട്ടേക്ക് മാറ്റണം. അപ്പൊ അലേർട്ട് വൈ എന്ന് പറയുമ്പോൾ എന്താ, അത് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എന്തായിട്ട് മാറി, അത് ലോവർ കേസ് ആക്കിയിട്ട് മാറ്റി. അപ്പൊ ടു അപ്പർ കേസ് എന്ന് പറയുന്നത് എന്താ, അതിനെ കംപ്ലീറ്റ് അപ്പർ കേസ് ലെറ്റേഴ്സ് ആക്കി മാറ്റാനും, ടു ലോവർ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് ലോവർ കേസ് ലെറ്റേഴ്സിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ടു അപ്പർ കേസും ടു ലോവർ കേസും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പഠിക്കുന്ന ഫംഗ്ഷൻ ആണ് ക്യാർ അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് റിട്ടേൺ ദ ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ
പൊസിഷൻ. ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ നമ്മളൊരു സ്ട്രിങ് കൊടുത്തു, ആ സ്ട്രിങ്ങിന് നമ്മൾ ഈ പൊസിഷനിൽ ഏത് ക്യാരക്ടറാണ് നിൽക്കുന്നതെന്ന് അല്ലേ. അപ്പൊ നോക്കാം, ഇപ്പൊ ക്യാരക്ടർ അറ്റ് 0 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് സ്ട്രിങ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ജാവ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ജാവ എന്ന് കൊടുക്കുമ്പോൾ ക്യാരക്ടർ അറ്റ് 0 എന്ന് പറയുമ്പോൾ ഈ 0 പൊസിഷനിൽ ആരാളുള്ളത്, ജെ ആണ്. ആ ജെ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഓരോ പൊസിഷനിലും ഏതൊക്കെ ലെറ്റർ ഉണ്ടോ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യാർ അറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാർ അറ്റ് 1 എന്ന് പഠിച്ച എന്താ, ഫസ്റ്റ് പൊസിഷനിൽ ആരാളത്, എ ആണ്, അത് റിട്ടേൺ ചെയ്യും. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ റിട്ടേൺ ചെയ്യും. അങ്ങനെ ഏതൊക്കെ വേണോ അതൊക്കെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ക്യാർ അറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. വേരിയബിൾ എക്സ് കൊടുത്തു, ഡിക്ലെയർ ചെയ്തു, എക്സ് ഈക്വൽ എന്താ, ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. അപ്പം y x2 ക്യാർ അറ്റ് എന്ന് കൊടുത്തു. ക്യാർ അറ്റ് 4 ആ കൊടുത്തു. 4 എന്ന് പറയുമ്പോൾ എന്താ, ഇത് 0 1 2 3 4 അല്ലെ. അപ്പൊ 4 എന്ന് പറയുന്ന സമയത്ത് എന്താ, നമ്മള് 0 1 2 3, കാരണം ഇവിടെ ഇതല്ലേ നാലാമത്തത് അല്ലെ. നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പൊ 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നാലാമത്തെ അല്ല, ഈ ലെറ്റർ അല്ലേ വരുന്നത്. നമ്മൾ 0 1 2 3 പറയുമ്പോൾ എന്താ, ഫോർത്ത് പൊസിഷൻ 1 2 3 4, നാലാമത്തെ പൊസിഷനിൽ ആരാളത്, എ ആണ്. എ എന്ന സംഭവം എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് കാണിക്കുക. അപ്പൊ ക്യാരറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൽ ഏതൊക്കെ പൊസിഷനിലുള്ള ആ പൊസിഷനിൽ കിടക്കുന്ന ആ ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്ത് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യാർ അറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് കൊടുത്തപ്പോൾ ഞാൻ ഇവിടെ ക്യാരക്ടർ അറ്റ് 5 എന്ന് കൊടുത്താൽ വെച്ചാൽ 1 2 3 4 5 എസ് എന്തായിരിക്കും, നമുക്ക് അവിടെ എക്ക് പകരം എന്തായിരിക്കും, അവിടെ എസ് ആയിരിക്കും വരാം. ഓക്കെ ആണോ. അപ്പൊ ഇതാണ് ക്യാർ അറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ലെങ്ത് പ്രോപ്പർട്ടി. ഈ ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മൾ കൊടുത്തൊരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്ര ക്യാരക്ടർ അതിനകത്ത് ഉണ്ട് അത് റിട്ടേൺ ചെയ്യുന്നതാണ് എന്ത്, ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദിസ് പ്രോപ്പർട്ടി റിട്ടേൺ ദ നമ്പർ ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന്റെ ലെങ്ത് എത്രയാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ റിട്ടേൺ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ലെങ്ത് മീൻസ് എന്താ, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് ആണ്. കാരണം ഒരു ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രിങ്ങിന്റെ അകത്ത് ഉണ്ടാവുന്ന നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുള്ള എന്താ, എക്സ് എൻ എന്ന് കൊടുത്തു. അപ്പൊ എക്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ എൻ ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് എക്സിന്റെ അകത്തുള്ളതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും 1 2 3 4 5 6 7 8. അപ്പൊ ടോട്ടൽ എത്രയാണ്, 8 ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അലേർട്ട് എന്ന് പറയുമ്പോൾ എന്നകത്തേക്ക് എന്താ പോയത്, 8. അപ്പൊ അതെന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ആണ്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു സ്ട്രിങ്ങിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ് കൊടുത്തിട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ലെങ്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഈ ഒരു ഇത്രയും പറഞ്ഞ ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്തുള്ളത്, ജാവാസ്ക്രിപ്റ്റ് പഠിക്കാനുള്ളത്. അലേർട്ട്, അതേപോലെ തന്നെ ക്യാരറ്റ്, അതേപോലെ തന്നെ ലെങ്ത്, ടു അപ്പർ കേസ്, ടു ലോവർ കേസ് അല്ലെ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്തുള്ളത് പഠിക്കാനുള്ള എന്താ ബിൽഡിംഗ് ഫംഗ്ഷൻസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആക്സസിങ് വാല്യൂസ് ഇൻ എ ടെക്സ്റ്റ് ബോക്സ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂസ് ഒക്കെ ടെക്സ്റ്റ് ബോക്സിലോട്ടേക്ക് ആക്സസ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ ഈ ഫോം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതിനകത്ത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ നമ്മൾ അതിനകത്ത് ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫോം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നെയിം എന്ന് പറയുന്ന ഒരു അല്ലേ, ഇപ്പൊ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് ബോക്സിലോട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ വാല്യൂസ് കൊടുക്കണം വേണ്ടേ. അപ്പൊ അതെങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് വഴി കൊടുക്കാന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഫോംസ് ആർ യൂസ്ഡ് ഫോർ റീഡിംഗ് ഡാറ്റ ഫ്രം എ ആൻഡ് HTML പേജ് അല്ലേ. നമ്മൾ പഠിച്ചിട്ട് ഫോം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റാസ് ഒക്കെ റീഡ് HTML പേജിന് ഡാറ്റാസ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ടെക്സ്റ്റ് ബോക്സ് യൂസ് എങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, പേജ് ഡിസൈനിങ് HTML നമ്മൾ എന്ത് ചെയ്യണം, HTML യൂസ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, പേജ് ഡിസൈൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രാം യൂസിങ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റ് എന്ന പ്രോഗ്രാം യൂസ് ചെയ്യണം. വൈൽ ഡിസൈനിങ് ദ ഫോം യു ഹാവ് ടു ഗിവ് ദ നെയിം ഫോർ ഫോം ആൻഡ് ടെക്സ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ നെയിം ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോം നെയിംസ് ഈക്വൽ ടു ഫോം 1 എന്ന് കൊടുക്കാം. നെയിംസ് ഈക്വൽ എന്ത് കൊടുക്കാം, ഫോം 1 എന്ന് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ എന്താണ് അതിനകത്ത് കൊടുക്കുന്നത്, ടെക്സ്റ്റ് ആണ് അല്ലെ, നമ്മൾ പേരാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്ത് കൊടുക്കും, ഇൻപുട്ട് ടൈപ്പ് എന്തെന്ന് കൊടുക്കും, ടെക്സ്റ്റ് എന്ന് കൊടുക്കും. നെയിംസ് ഈക്വൽ എന്ത് കൊടുക്കും, ടെക്സ്റ്റ് 1 എന്ന് കൊടുക്കും. then എന്ത് ചെയ്തു, ഫോം ക്ലോസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതാണ് നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എന്താണ്
ടെക്സ്റ്റ് ബോക്സിലോട്ടേക്ക് നമ്മൾ എന്താണ് വാല്യൂസ് കൊടുക്കുന്ന ഒരു ഫോമാറ്റ്. ഫോം നെയിംസ് ഈക്വൽ ടു ഫോം 1, ദെൻ ഇൻപുട്ട് ടൈപ്സ് ഈക്വൽ ടു എന്താ ടെക്സ്റ്റ്, നെയിംസ് ഈക്വൽ ടു എന്താ ടെക്സ്റ്റ് 1. കാരണം ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. കുറച്ച് നിങ്ങൾ ഇപ്പം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അതിനുശേഷം ഫോം ക്ലോസ് ചെയ്യുക. ദെൻ എന്ത് കിട്ടും നമുക്കപ്പം, ഫോം നെയിം ഈസ് ഫോം 1. ഫോമിന്റെ പേരെന്താണ്, ഫോം 1 എന്നാണ്. ടെക്സ്റ്റ് ബോക്സിന്റെ നെയിം എന്താ, ടെക്സ്റ്റ് 1. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫോമിന്റെ പേര് എന്തായിരിക്കും, ഫോം 1 എന്നായിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന പേരെന്തായിരിക്കും, ടെക്സ്റ്റ് 1 എന്നായിരിക്കും. അപ്പൊ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, പേര് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എങ്ങനെ വാല്യൂസ് കൊടുക്കാം എന്നൊരു ഫോമാറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചത് അല്ലെ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്, ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ഇവന്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഫംഗ്ഷൻ അതൊക്കെ. അതേപോലെ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ആക്ഷൻസ് എന്താ ചെയ്യുക, മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ആക്ഷൻ, അല്ലെങ്കിൽ കീബോർഡ് പ്രസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂ അല്ലെ, അവർ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ആക്ഷനാണ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന കുറച്ച് ഇവന്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓൺ ക്ലിക്ക്, ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റ് എന്താ, ഒക്കേഴ്സ് വെൻ ദ യൂസർ ക്ലിക്ക് ഓൺ an ഒബ്ജക്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റ് പോയിട്ട് എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത്. ദെൻ ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്നത് എന്താ, ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിന്റർ ഈസ് മൂവ് ടു ദ ഒബ്ജക്ട്. നമ്മൾ എന്താ മൗസ് പോയിന്റർ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യിക്കില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്നത്. ഓൺ മൗസ് ലീവ് എന്ന് പറയുന്നത് എന്താ, ആ മൂവ്, കാരണം എന്താണ് ഒക്കേഴ്സ് വെൻ ദ മൗസ് പോയിന്റർ ഈസ് മൂവ്ഡ് ഔട്ട് ഓഫ് ദ ഒബ്ജക്ട്. ആ പുറമേ നിന്ന്, ആ ഒബ്ജക്റ്റിന് പുറമേ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോയിന്റ് നിന്ന് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ മൗസ് ലീവ് എന്ന് പറയുന്നത്. ഓൺ കീ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ആ ഡൗൺ കീ ഇല്ല, നമ്മൾ കീബോർഡ്സിലില്ല, ആ കീബോർഡ് യൂസ് ചെയ്ത് നമ്മൾ ആ ഡൗൺ കീയും ആ പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താണ് കീ ഡൗൺ. കീ അപ്പ് എന്ന് പറയുന്നത് എന്താ, മേലോട്ട് പോയില്ല നമ്മള് അല്ലെ, നമുക്ക് അവിടെ 4 കീ അങ്ങോട്ട് നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി യൂസ് ചെയ്ത പോലത്തെ. അപ്പൊ ആ ഒരു എന്താണ് മേലോട്ടേക്ക് പോകുന്ന കീഴും താഴോട്ട് പോകുന്ന കീ നമ്മൾ എന്ത് പ്രസ് ചെയ്യുന്നതാണ് എന്ത്, ഓൺ കീ ഡൗണും ഓൺ കീ അപ്പ് എന്ന് പറയുന്നത്. ഓൺ DB ക്ലിക്ക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോവരുത്, നമ്മൾ എന്താ മൗസിന് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യില്ല നമ്മൾ ചില സിറ്റുവേഷൻസിലൊക്കെ. നമ്മളിപ്പം ഈ ബ്രൗസറൊക്കെ നമ്മൾ HTML ചെയ്ത പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺ DB ക്ലിക്ക് എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് എന്താ, ഓൺ മൗസ് വീൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്കേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന മൗസ് വീൽ, നമ്മൾ എന്താണ് റൊട്ടേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഓൺ മൗസ് വീൽ എന്ന് പറയുന്നത്. ഓൺ സബ്മിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഫോമിലൊക്കെ ഏറ്റവും അവസാനം സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവില്ലേ, നമ്മളിപ്പോ സബ്മിറ്റ് എന്ന് പറയുന്നത്, അത് ക്ലിക്ക് ചെയ്യുന്ന ഇവന്റിനെ പറയുന്ന പേരാണെന്ത്, ഓൺ സബ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അപ്പൊ ജസ്റ്റ് ഇവന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവന്റ്സ് പറഞ്ഞു. അപ്പൊ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവന്റ്സ് റെഫേഴ്സ് ടു ദ ആക്ഷൻ ദാറ്റ് ആർ ഡിറ്റക്റ്റഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെൻ വി പെർഫോം ദ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെ. കാരണം ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷൻസ് ആണ്. നമ്മളൊരു എപ്പോഴാണ് എന്താണ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നത്, ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ആ സമയം നമ്മൾ എന്താ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കുന്ന കുറെ ആക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇവൻ കോമൺലി ഒക്കേഴ്സ് വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ദ മൗസ് ബട്ടൺ, വെബ് പേജ് ഈസ് ലോഡഡ് എന്താണ്, ഫോം ഫീൽഡ് ഈസ് ചേഞ്ച്. കാരണം നമ്മൾ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും നമ്മൾ യൂസേഴ്സ് ക്ലിക്സ് ആണ്. കാരണം നമ്മളാണ് കാരണം മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതേപോലെ വെബ് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോം ഫീൽഡ് ക്ലിക്ക് ചെയ്യുക. അതാണ് ശരിക്കും എന്ത് കോമൺലി നമ്മൾ ഒക്കെ ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇവന്റ്സ് ആൻഡ് ഹാൻഡിൽ ബൈ സ്പെഷ്യൽ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് എ ഇവന്റ് ഹാൻഡ്ലർ. മറന്നു പോകരുത്, ഇവന്റ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, ഇവന്റ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്. വിച്ച് ഹാൻഡിൽസ് എ പെർട്ടിക്കുലർ ഇവന്റ് വെൻ ദ ഇവന്റ് ഈസ് ട്രിഗേർഡ്. കാരണം നമുക്ക് എന്തെങ്കിലും ഇവന്റ്സിനൊക്കെ എന്തെങ്കിലും ട്രിഗേർഡോ മറ്റു വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇവന്റ് ഹാൻഡ്ലർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ മറന്നു പോകരുത്, ഇവന്റ്സ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻസ് ആണ്. നമ്മൾ എന്തൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കുറെ ആക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഫോംസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫോംസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫോം എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇപ്പം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫോംസ് ആർ യൂസ് ടു എൻ്റർ ഇൻ ദ ഡാറ്റ ആൻഡ് ദർ ആർ ദ വേരിയസ് കൺട്രോൾസ് ലൈക്ക് ടെക്സ്റ്റ് ബോക്സ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ എക്സെട്ര ഇൻ ദ വെബ് പേജ് അല്ലെ. നമുക്ക് ഫോംസ് എന്ന് പറയുന്ന ഡാറ്റാസ് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുക. കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെ വെച്ചിട്ടാണ് കുറേ കൺട്രോൾസ് ഉണ്ടാവും, ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും, റേഡിയോ ബട്ടൺസ് ഉണ്ടാവും അല്ലേ, ചെക്ക് ബോക്സ് അല്ലെ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫോംസിൽ നേരത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫോം കൺട്രോൾ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താ, ഫോം കണ്ടെയ്ൻസ് ദ ഒബ്ജക്ട്സ് സച്ച് ആസ് ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബോക്സ്, ചെക്ക് ബോക്സ് ഒക്കെയാണ് ഒരു ഫോമിന്റെ അകത്ത് ഉണ്ടാവുന്നത്. അതാണ് കൺട്രോൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനിത്തിങ് എൻക്ലോസ്ഡ് ഇൻ ദ ടാഗ് പെയർ ഫോം. കാരണം എല്ലാം ഇത് എന്തിൻ്റെ ഉള്ളിലായിരിക്കണം കൊടുക്കേണ്ടത്, ഫോം എന്ന് പറയുന്ന
ടാഗ് പെയറിനുള്ളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ആദ്യം നമ്മൾ ടാഗ് ഉണ്ട്, അപ്പോൾ HTML ഒക്കെ എഴുതി ബോഡിനുള്ളിൽ നമ്മൾ എന്ത് എഴുതണം, ഫോം എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ളിലായിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് എന്താണ് ഫോം നെയിം കൺട്രോൾ ആൻഡ് നെയിം പ്രോപ്പർട്ടി, അതാണ് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ നോർമൽ ആയിട്ടുള്ള സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് ഡോട്ട് ഫോം സ്ക്വയർ എന്നാണ് എന്ത് കൺട്രോളിന്റെ പേര്. ഇതിന്റെ ടെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, ആ ഒരു എന്തായിരിക്കും ടെക്സ്റ്റ് നമ്പർ, അതാണ് അതിന്റെ നെയിം എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ഡോട്ട് എന്തായിരിക്കും വാല്യൂ, ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും വാല്യൂ. അപ്പം ഇതാണ് ജസ്റ്റ് അതിന്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇതാണ് അതിന്റെ പ്രോഗ്രാം. HTML ഹെഡ് ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കേ നിങ്ങൾ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഷോ സ്ക്വയർ. ഷോ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആ ഫംഗ്ഷന്റെ പേരാണ് എന്ന് പറയുന്നത് ഷോ സ്ക്വയർ എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾ നമ്പർ ആൻഡ് ആൻസർ, നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്പേഴ്സ് ഈക്വൽ ടു എന്താ ഡോക്യുമെന്റ് ഡോട്ട് എന്താണ് ഫോം ദ സ്ക്വയർ എന്താണ് ഡോട്ട് ടെക്സ്റ്റ് നമ്പർ വാല്യൂ എന്ന് നമ്മൾ എന്ത് കൊടുത്തു അല്ലെ. നമ്മൾ നമ്പറിന്റെ അകത്തേക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഇതിന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ആൻസർ എന്താ, നമ്പർ ഇൻറ്റു നമ്പർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ 2 × 2, അതാണ് നമുക്ക് വേണ്ടത്. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് എന്താണ് ഡോക്യുമെന്റ് ഡോട്ട് ഫ്രം ദ സ്ക്വയർ എന്താണ് ടെക്സ്റ്റ് സ്ക്വയർ ഡോട്ട് എന്താണ് വാല്യൂസ് ഈക്വൽ എന്ത് കൊടുക്കും നമ്മൾ, ആൻസർ എന്താണോ അത് എവിടേക്ക് കൊടുക്കും, ഈ വാല്യൂന്റെ അകത്തേക്ക് പോകും. ഓക്കെ ആണല്ലോ. ദെൻ നോക്കിക്കേ, അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു. ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. അത് ഹെഡിലാണ് നമ്മൾ ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, ബോഡി ഫോം നെയിം നമ്മൾ എന്ത് ചെയ്തു ഫോം സ്ക്വയർ നമ്മൾ കൊടുത്തു. ദെൻ സെന്ററിൽ നമ്മൾ എന്ത് കൊടുത്തു, എൻ്റർ ചെയ്ത നമ്പർ കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് എന്താ ടെക്സ്റ്റ് കൊടുത്തു. ദെൻ നെയിം ടെക്സ്റ്റ് നമ്പർ. ദെൻ BR എന്ന് പറയുന്നത് എന്താ ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കൊടുത്തു. ടെക്സ്റ്റ് നെയിം ടെക്സ്റ്റ് സ്ക്വയർ BR കൊടുത്തു. ഇതിന് ഇൻപുട്ട് ടൈപ്പ് എന്താ ബട്ടൺ ആണ്, ബട്ടൺ പോലെ കാണിക്കണ്ടേ. ഇതിന് എന്താ ബട്ടന്റെ വാല്യൂ എന്തായിരിക്കണം, ഷോ ആയിരിക്കണം, അതിന്റെ മേലെ കാണിക്കണം. ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, അതിന്റെ മേലെ നമുക്ക് എന്താ കാണിക്കേണ്ടത്, ഷോ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ദെൻ ഓൺ ക്ലിക്ക് എന്താണ് ഷോ സ്ക്വയർ, കാരണം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് കാണിക്കണം, ഷോ സ്ക്വയർ എന്ന ഫംഗ്ഷന് നെയിം. ആ ഫംഗ്ഷൻ എവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യും. അപ്പൊ കോൾ ചെയ്യുമ്പോൾ അവിടെ എന്താണോ വാല്യൂ കൊടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് ഷോ ചെയ്യുന്നത്. ദെൻ സെന്റർ ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു, ബോഡി എന്ത് ചെയ്ത് ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കേ, നമ്മൾ എൻറ്റർ എ നമ്പർ, നമ്മൾ ഇവിടെ നോക്കിക്കേ എൻട്രി നമ്പർ എന്നാണ് നമുക്ക് ഇൻപുട്ട് ടൈപ്പ്, അതാണ് ടെക്സ്റ്റിൽ വരേണ്ടത്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്ത് കൊടുത്തു, എൻട്രി നമ്പർ കൊടുത്തു. ഇതിന്റെ രണ്ടാമത്തിൽ എന്താണ് സ്ക്വയർ ആണ് കൊടുത്ത്, ഇൻപുട്ട് ടൈപ്പ് എന്ന ടെക്സ്റ്റ്, നെയിം എന്താണ് ടെക്സ്റ്റ് സ്ക്വയർ, ആ വാല്യൂ. അപ്പൊ നമ്മൾ ഇവിടെ ഷോ എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്ക് വരും, ഇതിന്റെ സ്ക്വയർ ആയിരിക്കും എവിടേക്ക് വരുന്നത്, അവിടേക്ക് കാണിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് പാഡിൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് നോട്ട് പാഡിൽ അത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, HTML നമ്മളത് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ആ ഫസ്റ്റ് ഫംഗ്ഷൻ ഷോ സ്ക്വയർ കണ്ടോ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ, അത് നമ്മൾ ഹെഡിൽ കൊടുത്തു. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണിക്കണം, നമ്പർ ഇൻറ്റു നമ്പർ, അതാണ് നമുക്ക് കാണിക്കേണ്ടത്. then എന്താണ് നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ആ വാല്യൂ എന്താണ്, ആ ആൻസർ എന്തായിരിക്കണം, ആ വാല്യൂലോട്ടേക്കാണ് അതിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. then അവിടെ വെച്ച് ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്ത് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഹെഡ് ക്ലോസ് ചെയ്തു. then ബോഡി ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യം നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സസ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് ഷോ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ, അതിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ സേവ് ആസിൽ പോയിട്ട് ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്തു, form2.html എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചു, form2 എന്ന് പറയുന്ന പേര് കാണിക്കും. ഓക്കെ. then അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണിക്കും, ഇവിടെ form2 എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണിക്കും അല്ലെ, ഒരു എന്താണ് ഇത് കാണിക്കും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണിക്കുക, ഇവിടെ നിങ്ങൾ കണ്ടോ, എൻ്റർ എ നമ്പർ എന്ന് കാണിക്കും. ഇപ്പോൾ എൻ്റർ എ നമ്പർ ഞാനിപ്പോൾ 5 കൊടുത്തു. 5 കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എന്ത് ഷോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, വരുന്നത്. കണ്ടോ, 5ന്റെ സ്ക്വയർ എന്താ 25. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ചെറുത് മാത്രമാണ്, നമുക്കിപ്പം ഇതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. കുറച്ച് കാര്യങ്ങൾ എന്താണ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മളിപ്പം പറഞ്ഞ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പം അത് എഴുതി ഒരു റിട്ടേൺ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ കൊടുത്തു. ഷോ എന്ന് പറയുന്നത് ആ ഒരു ഓൺ ക്ലിക്ക് ഷോ എന്ന് പറയുന്ന സമയത്ത്
ആ ഒരു ഫംഗ്ഷൻ നെയിം എന്താ, ഷോ സ്ക്വയർ ആണ്, അതിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ വിത്തിൻ ദ ബട്ടൺ മീൻസ് ദാറ്റ് വെൻ ദ യൂസർ ക്ലിക്ക് ഓൺ ദിസ് ബട്ടൺ ദ ഫംഗ്ഷൻ വിത്തിൻ ദ നെയിം ഷോ സ്ക്വയർ ഈസ് എന്താണ്, കോൾഡ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഷോ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഷോ സ്ക്വയർ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, അവിടെ കോൾ ചെയ്യാണ്. അപ്പൊ കറസ്പോണ്ടിങ് കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും, രണ്ട് നമ്പർ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ആൻസർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. അപ്പൊ അല്ലെ, അപ്പൊ നമ്പർ ഡോക്യുമെന്റ് ഇതിന്റെ അകത്ത് എന്തുണ്ടാവും, ആ വാല്യൂസ് ഉണ്ടാവും. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് ഫോം ദ സ്ക്വയർ ദ ടെക്സ്റ്റ് നമ്പർ വാല്യൂ മീൻസ് ദാറ്റ് എന്താണ്, ഡോക്യുമെന്റ് ഫ്രം ദ സ്ക്വയർ ഇത് ടെക്സ്റ്റ് നമ്പർ വാല്യൂ. കാരണം അതിനകത്ത് എന്താണോ നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് I × I നമ്മൾ കൊടുക്കും, നമ്പർ ഇൻറ്റു നമ്പർ എന്ന് ആ പ്രോഗ്രാമിൽ കണ്ടില്ലേ, എന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യും, അവിടെ കാണിക്കും. അപ്പൊ അതാണ് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം. പിന്നെ അതിനുശേഷം എന്താണ്, ആ വാല്യൂ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്ത സ്ക്വയർ ഇപ്പൊ ആൻസർ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോകും. അതാണ് ഈ ഒരു സംഭവം നമ്മൾ എന്താണ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഫോം വാലിഡേഷൻ ആണ്. അപ്പൊ ഈ ഫോം വാലിഡേഷൻ എന്ന് പറയുന്നത്, വാലിഡേഷൻ മീൻസ് നമ്മളിപ്പോൾ ഒരു തന്നിരിക്കുന്ന ഫോം നമ്മൾ ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് പറയുന്നേക്കാളും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കൊരു ഫോം തന്നു, ആ ഫോമിൻ്റെ അകത്ത് നമുക്കൊരു ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫോൺ നമ്പർ പറയുന്ന സമയത്ത് നമുക്ക് അറിയാം, നോർമലി ഇപ്പോൾ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് 10 ഡിജിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഈ 10 ഡിജിറ്റിന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 10-12 ഡിജിറ്റ്സ് അതിനകത്ത് ടൈപ്പ് കൊടുത്തു. ദെൻ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് തെറ്റല്ലേ? നമ്മൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് എന്തായിരിക്കണം, 10 നമ്പേഴ്സിന് കൊടുക്കണം. അത് മാത്രമല്ല ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല, നമ്പേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, 0 to 9 ആ ഒരു ഡിജിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫോമിൻ്റെയും ഫീൽഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ദ വെദർ ദ ഫോം ഹാസ് ബീൻ ഫിൽഡ് ഇൻ ദ കറക്റ്റ്ലി ബിഫോർ ഇറ്റ്സ് പ്രോസസ്ഡ്. നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ കൊടുത്ത കാര്യങ്ങളൊക്കെ എന്താണ്, കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വെൻ ദ യൂസർ എൻ്റർ ദ ഡാറ്റ ഇൻ ടു ഫോം ഫീൽഡ് ഇറ്റ് ഈസ് എ പോസിബിൾ ദാറ്റ് യൂസർ ക്യാൻ മേക്ക് മിസ്റ്റേക്ക് ഓർ എൻ്റർ ദ ഇൻകറക്റ്റ് ഡാറ്റ ഇൻ ദ ഫീൽഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്ത ഡാറ്റാസ് എന്തെങ്കിലും ഇൻകറക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിൽ ID കൊടുക്കുകയാണ്, അപ്പോൾ നമ്മൾ @gmail.com എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ അവിടെ കാണിക്കണം, നിങ്ങൾ കൊടുത്ത പാസ്വേഡ് എന്താണ്, ഇമെയിൽ ID ക്ക് @ എന്ന് കൊടുക്കണം എന്ന് അവിടെ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ ഫില്ല് ചെയ്യാൻ മറന്നു പോയിട്ട് നമ്മൾ അത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് കാണിക്കണം, നിങ്ങൾ ഇങ്ങനെ ഒരു ഫീൽഡ് നിങ്ങൾ എന്ത് ചെയ്യില്ല, ഫില്ല് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് കാണിക്കണം. അപ്പോൾ വി ക്യാൻ ചെക്ക് ദിസ് മിസ്റ്റേക്ക് ഓർ ഇൻകറക്റ്റ് ഡാറ്റ ഇൻപുട്ട് ബൈ വാലിഡേറ്റിംഗ് ദോസ് ഫീൽഡ് ബൈ യൂസിങ്. നമുക്ക് അങ്ങനെ ഓരോന്ന് നമ്മൾ നമ്മളത് ഓരോന്ന് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഓരോ ഫീൽഡും കറക്റ്റ് ആണോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യല്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, നമ്മളത് ഓരോന്ന് കൊടുത്തു നോക്കണം. ഫോൺ നമ്പർ ആയാലും പേരായാലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തു നോക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാലിഡേഷൻ എന്നാ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ആ ഫീൽഡുകൾ ഓരോന്നും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, 2 ടൈപ്പ് പറയുന്നുണ്ട്, സെർവർ സൈഡ് വാലിഡേഷനും അതേപോലെ എന്താണ്, ക്ലയന്റ് സൈഡ് വാലിഡേഷനും. ഇപ്പോൾ യൂസേഴ്സ് ജാവ സെർവർ പേജസ്, ആക്റ്റീവ് സെർവർ പേജസ്, അതേപോലെ തന്നെ ടു വാലിഡേറ്റ് ഫോം. കാരണം നമ്മൾ ജാവ സെർവർ പേജും അതേപോലെ ആക്റ്റീവ് സെർവർ JSP ഒക്കെ ആണെന്ത്, സെർവർ സൈഡ് വാലിഡേഷൻ. അതേപോലെ ക്ലയന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ജാവ സ്ക്രിപ്റ്റ് ഒരു VB സ്ക്രിപ്റ്റ് എന്നാണ് എന്ത്, ക്ലയന്റ് സൈഡ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് വാലിഡേഷൻ എന്നാണ് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോ ഫീൽഡ് നമ്മൾ കറക്റ്റ് ആക്കി വെക്കുന്നതാണ് എന്ത്, വാലിഡേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് വൺ, ഇൻസൈഡ് ദ ബോഡി. നമ്മൾ ബോഡി നോർമലി നമ്മൾ കൊടുക്കുന്നത് എന്താണ്, സ്ക്രിപ്റ്റുകളൊക്കെ ബോഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്, നോർമലി നമ്മൾ കൊടുക്കുന്നത്. അതൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ദ സ്ക്രിപ്റ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് വൈൽ ദ കണ്ടന്റ് ഓഫ് ദ വെബ് പേജ് ഈസ് ബീയിങ് ലോഡഡ്. എന്തെങ്കിലും നമ്മൾ ബോർഡിനുള്ളിൽ കൊടുത്ത സംഭവമായിരിക്കും എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കണ്ടന്റ് എന്തെങ്കിലും ലോഡ് ചെയ്യും. ദ വെബ് പേജ് സ്റ്റാർട്ട് ഡിസ്പ്ലേയിങ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ് വെൻ ദ ബ്രൗസർ സീസ് ദ സ്ക്രിപ്റ്റ് കോഡ് ബിറ്റ്വീൻ ദ render the script and then rest of the web page is displayed in the browser window. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ബോഡിയിൽ കൊടുത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുക. നമ്മൾ നോർമലി ഇപ്പോൾ HTML ചെയ്ത പ്രോഗ്രാം ആയാലും ഇപ്പം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ കൊടുത്ത പ്രോഗ്രാം ആയാലും നമ്മൾ എന്താണ് ബോഡിയിൽ കൊടുത്തത് ആ കണ്ടന്റ് ആയിരിക്കും എന്ത് ചെയ്യാൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി, അത് നോർമലി ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻസൈഡ് ദ ഹെഡ് ആണ്. അപ്പൊ നമ്മൾ നോർമലി നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഹെഡിനകത്ത് എന്താ കൊടുത്തത്, ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത് അല്ലേ. അതിനുശേഷം നമ്മൾ ബോഡിയിൽ എന്ത് ചെയ്തു, ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ഹെഡ് സെക്ഷൻ ഓഫ് എ വെബ് പേജ് ഈസ് ലോഡഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ. നമുക്ക് ബോഡി സെക്ഷൻ ലോഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യുന്ന സെക്ഷൻ ആണ് എന്ത്, ഹെഡ് സെക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫ്രം ദ ബോഡി സെക്ഷൻ ദ ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ഇൻ ദ
ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് ഓൾറെഡി ലോഡ് ഇൻ ദ മെമ്മറി. കാരണം നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? ഹെഡ് സെക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫംഗ്ഷൻ ലോഡ് ചെയ്തതിന് ശേഷം ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ബോഡിയിലത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് എവിടെയാണ്? ഹെഡ് സെക്ഷനിലാണ്. അപ്പം അത് ഓൾറെഡി ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബോഡിയിൽ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. ഇത് വേറൊരു മെത്തേഡ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു സംഭവമാണ് എന്ത്? എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ, ദിസ് ഫയൽ ഈസ് സേവ്ഡ് വിത്തിൻ ദ എക്സ്റ്റൻഷൻ .js. നമുക്ക് എന്ത് ചെയ്യാം? .js വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സേവ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ജാവാസ്ക്രിപ്റ്റ് ഇൻ ദ എക്സ്റ്റേണൽ ഫയൽ ഹാസ് സം എന്താണ് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കിപ്പം .js വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ ജാവാസ്ക്രിപ്റ്റ് ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർ കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, this is useful if the same script used in the across multiple HTML pages or whole website. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ JS ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല HTML പ്രോഗ്രാമിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? Then next one, it separate the HTML and JavaScript code which make the easier to read and maintain. നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരുമിച്ച് നമ്മളിപ്പോൾ ചെയ്തൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമാണ്. നമുക്ക് വലിയ പ്രോഗ്രാം വരുമ്പം ആ HTML കോഡും JavaScript കോഡൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എററൊക്കെ മാറ്റാനും പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റോറിങ് JavaScript ആസ് എ സെപ്പറേറ്റ് ഫയൽസ് ആൻഡ് സ്പീഡ് ഓഫ് ദ എന്താണ്? സ്പീഡ് അപ്പ് ഓഫ് പേജ് ലോഡിങ്. നമുക്ക് കുറച്ചും കൂടി പേജ് എന്ത് ചെയ്യും? സ്പീഡായിട്ട് ലോഡ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്താണ്? ആ ലോഡിങ്ങിന് സ്പീഡ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആദ്യം നമ്മൾ ബോഡിയിൽ നമുക്ക് കൊടുക്കാം, ഹെഡിൽ കൊടുക്കാം. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് എന്താ? HTML ജാവാസ്ക്രിപ്റ്റും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ട് .html വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അല്ലേ? ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് എന്താണ്? കുറച്ചും കൂടെ എല്ലാ HTML പേജസിനും പ്രോഗ്രാമും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എന്താണ്? സെപ്പറേറ്റ് ഇത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, റീഡ് ചെയ്യാനും പറ്റും. അതേപോലെ സ്പീഡ് കൂട്ടാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടന്റ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ചാപ്റ്റർ ജാവാസ്ക്രിപ്റ്റ് ആണ് മെയിനായിട്ട് പഠിച്ച്. ജാവാസ്ക്രിപ്റ്റിന് കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ ലൂപ്പ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെ ബിൽഡിൻ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച ഫോംസ് ആയിരുന്നു. ഫോംസ് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ കാണിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു തന്നു. അപ്പം ഇത് വേറൊരു പ്രോഗ്രാമാണ്. 2 നമ്പറിൻ്റെ സം കാണുന്നത്. കുറച്ചും കൂടെ മറ്റേനേക്കാളും കുറച്ചൊരു വലിയൊരു പ്രോഗ്രാമാണ്. അതാണ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പ്രോഗ്രാം എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കുക. ആദ്യം HTML കൊടുത്തു, ഹെഡ് നമ്മൾ ടൈറ്റിൽ കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഫോൺ കളർ നമ്മൾ ഗ്രീൻ സൈസ് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം, ഇങ്ങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുത്തു? സം ഓഫ് 2 നമ്പർ H2 ആണ് കൊടുത്തത്. ദെൻ അത് ഫോണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ ഫോൺ കളർ എന്ത് കൊടുത്തു? ബ്ലൂ കൊടുത്തു. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. ദെൻ ഇവിടെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്തു? ഫംഗ്ഷൻ നെയിം എന്താ? ഡിസ്പ്ലേ സം എന്നാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. N1 N2 S എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. N1 ഈക്വൽ നമ്പർ ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തു. ദെൻ എന്താണ്? ഡോക്യുമെന്റ് ഫ്രം സം എന്ന് കൊടുത്തു. ദെൻ നമ്പർ 2 എന്ന ഡോക്യുമെന്റ് ഫ്രം എന്താണ്? സം എന്താണ്? അത് നമ്മൾ വാല്യൂ കൊടുത്തു. അതിനുശേഷം S ഈക്വൽ എന്താണ്? N1 + N2. നമുക്ക് എന്താ? എസ്സിൽ എന്താ വേണ്ടത്? രണ്ടിൻ്റെയും കൂടെ സം ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് N1 + N2 കൊടുത്തു. അതും അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഡോക്യുമെന്റ് ഫ്രം സം ടെക്സ്റ്റ് സം വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ എസിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു. അതിനുശേഷം എന്ത്? സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത്, ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്ത് നമ്മൾ നോർമലി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബോക്സസ് ഉണ്ടാക്കി, എൻ്റെ ദ ഫസ്റ്റ് നമ്പർ, ദെൻ എൻ്റെ ദ സെക്കൻഡ് നമ്പർ അല്ലേ. അതിനുശേഷം എന്ത് കൊടുത്തു? നമ്മൾ സം ഓഫ് ദ നമ്പേഴ്സ് ഈസ്, സം ഓഫ് ദ നമ്പർ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു. അതിനകത്ത് എന്ത് കാണിക്കണം? നമ്മൾ ആ ഒരു നെയിം കൊടുത്തു. അതിനുശേഷം അതിനകത്ത് ഇൻപുട്ട് ആയിട്ട് ഒരു ബട്ടൺ കൊടുത്തു താഴെ അല്ലേ. ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ആ ബട്ടണിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ കോൾ ചെയ്യേണ്ടത്? ആ ഡിസ്പ്ലേ സമ്മിൽ കിടക്കുന്ന സംഭവം ആയിക്കണം എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ ആയിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോൾ ചെയ്യും. കാരണം നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ ടോട്ടൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കാണിക്കണം? സം എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് കാണിക്കണം? ആ നമ്പർ കാണിക്കണം അല്ലേ. അപ്പോൾ ആ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു? ക്ലിയർ എന്ന് പറഞ്ഞ വേറൊരു ബട്ടൺ നമ്മൾ കൊടുത്തു. ദെൻ സെൻറ്റർ ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു. ദെൻ ബോഡി എന്ത് ചെയ്തു? HTML നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരാൻ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കുക നിങ്ങൾ, 2 നമ്പേഴ്സ്, കാരണം സം ഓഫ് 2 നമ്പേഴ്സ് ഹെഡിങ് കൊടുത്തു. എൻ്റെ ദ ഫസ്റ്റ് നമ്പർ അല്ലേ. ഇവിടെ 10 എന്നാണ് കൊടുത്തത്. ദെൻ എൻ്റെ ദ സെക്കൻഡ് നമ്പർ, ദെൻ 25 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ടോട്ടൽ എന്ന് പറയുന്ന സമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ടേക്ക് എന്ത് ചെയ്യും? അത് പോയിട്ട് ഈ 2 നമ്പറുകളുടെ സമ്മ എവിടെ കാണിക്കും? ഈ ഒരു ബോക്സിൽ നമ്മൾ കാണിക്കും. അപ്പോൾ അവിടെ 35 എന്ന് കാണിക്കും. ദെൻ ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ ക്ലിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തായി പോകും? ക്ലിയർ ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പ്രോഗ്രാം നമ്മൾ എന്താണ് ഇപ്പോൾ നോട്ട് പാഡിൽ എടുത്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിൻ്റെ എങ്ങനെയാണ് ഔട്ട്പുട്ട് കാണിക്കാമെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു തരുന്നത്. അപ്പോൾ നോക്കാം നമ്മൾ എന്ത് ചെയ്ത് ആ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് നോട്ട് പാഡ് എടുത്ത് ഞാൻ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് ഫയൽ സേവ് ആസ് എടുത്തിട്ട് ഞാൻ എന്ത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യണം. അത് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ പ്രോഗ്രാം എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ദെൻ സേവ് ആസിൽ എന്ത് ഫോം 3 എന്ന് പറഞ്ഞ പേരിൽ ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചു, ഫോം 3 എന്ന് പറഞ്ഞ പേര് നമുക്ക് എന്ത് ചെയ്തു, കാണിച്ചു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൽ എന്ത് വന്നിട്ടുണ്ടാവും, ഇതിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ടാവും ഇല്ലേ. ഇതിന് എന്ത് വന്നു, ഐക്കൺ കണ്ടോ, ഫോം 3 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും, കണ്ടോ, സം ഓഫ് 2 നമ്പേഴ്സ്. ദെൻ ഫസ്റ്റ് നമ്പർ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കുക. ഫസ്റ്റ് നമ്പർ ഞാൻ 45 എന്ന് കൊടുത്തു. ദെൻ സെക്കൻഡ് നമ്പർ ഞാൻ എന്ത് ചെയ്തു, 3 എന്ന് കൊടുത്തു. ദെൻ ടോട്ടൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണിക്കണം, 48 വന്നു. കാരണം ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും, ആ ഫംഗ്ഷനെ കോൾ ചെയ്യും അല്ലേ. നമ്മൾ ആ ഹെഡിൽ കൊടുത്തിട്ടുള്ള ആ ഫംഗ്ഷൻ ഡിസ്പ്ലേ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണിക്കും, 48 അല്ലേ. 45 + 3 എന്ത് കാണിക്കും, 48 കാണിക്കും. ദെൻ ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് പോകും അല്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് 2 നമ്പേഴ്സിന് സം കാണിക്കാനുള്ള ഒരു പ്രോഗ്രാം. ഇങ്ങനെയാണ് നമ്മൾ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ 2-3 ഫീൽഡ് ഉണ്ടാക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറേ ഫീൽഡ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നെയിം മറ്റു കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓപ്പറേറ്റേഴ്സും അതിൻ്റെ വേരിയബിൾസും അല്ലേ, അതിൻ്റെ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ ലൂപ്പ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ബിൽഡിംഗ് ഫംഗ്ഷൻസ്, ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ എക്സാം പോയിന്റ് എന്ന് വെച്ച് ഗൈഡ് വെച്ച് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.